ഹായ് ഓൾ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോൺ മിൽട്ടൻ്റെ ഫേമസ് വർക്കായിട്ടുള്ള എൽ അലഗ്രോ എന്ന് പറയുന്ന പോമാണ്. ആദ്യം തന്നെ നമുക്ക് പോയറ്റിനെ കുറിച്ചിട്ട് നോക്കാം. ജോൺ മിൽട്ടൺ എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് പോയറ്റാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എപ്പിക് പോമായിട്ടുള്ള പാരഡൈസ് ലോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഫേമസ് ആയിരുന്നത്. മിൽട്ടൺ എന്ന് പറയുന്നത് ഒരു പോയറ്റ് മാത്രമല്ല, സ്കോളറാണ്, പൊളിറ്റിക്കൽ തിങ്കറാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഫ്രീഡത്തിന് വേണ്ടിയിട്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് ദ പ്രസ് എന്നതിന് വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് എന്ന് പറയുന്നത് പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗൈൻഡ്, ലൈസിഡസ്, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, എൽ അലഗ്രോ എന്നീ വർക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പോമിൻ്റെ സമ്മറിയിലോട്ട് പോവാം. എൽ അലഗ്രോ എന്ന് പറയുന്നത് ഒരു പാസ്റ്ററൽ പോമാണ്. 1645 അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള പോംസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പോമാണ്. എൽ അലഗ്രോ എന്ന് പറയുന്നത് ഇറ്റാലിയല്ല ദ ഹാപ്പി മെൻ എന്നുള്ള മീനിങ് ആണ്. ഇതൊരു ലോങ് പോമാണ്. ഇതിൽ 152 ലൈൻസാണ് വരുന്നത്. ഈ ഒരു പോമിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് അർബൻ ആൻഡ് റൂറൽ സെറ്റിങ്സിലുള്ള ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലുള്ള ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. എൽ അലഗ്രോ എന്ന് പറയുന്ന ഈ ഒരു പോമിൽ ഗോഡസ് മുർത്തിനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്. ഈ ഒരു പോമിൽ പോയിറ്റിനെ അവളുടെ കൂടെ ജീവിക്കാനുള്ളൊരു ആഗ്രഹം ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റിലെ പാസ്റ്ററൽ സിംപ്ലിസിറ്റിയെ കുറിച്ചിട്ടും പിന്നീട് സിറ്റിയിലുള്ള തിരക്കേറിയ ബിസി മെൻസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പോമിൽ പറയുന്നത്. ഈ ഒരു പോമിൽ നാച്ചുറൽ, മ്യൂസിക്, സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ ഒരു ഹാപ്പിനെസ് മൊമെൻറ്റ് പിക്ചറൈസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ലൈഫിൽ ഫുൾ ഓഫ് പോസിറ്റീവ് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇതിൽ പിക്ചറൈസ് ചെയ്യുന്നത് കാണാൻ കഴിയും. ഈ ഒരു പോം സ്റ്റാർട്ട് ചെയ്യുന്നത് പോയറ്റ് മെലഞ്ചോളിയോടുള്ള ആ ഒരു എതിർപ്പ് കാണിച്ചുകൊണ്ടും അതുപോലെ തന്നെ സർബറസിലും അതുപോലെ ബ്ലാക്ക് മിഡ് നൈറ്റിലും ജനിച്ചതായിട്ടും അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് ഈ ഒരു പോം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പീക്കർ ഇതിൽ വിഷ് ചെയ്യുന്നുണ്ട് മെലഞ്ചോളിയെ അൺഹോളി ആയിട്ടുള്ള, അതായത് വിശുദ്ധമല്ലാത്ത, അതുപോലെ തന്നെ ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ഡാർക്ക് സെല്ല് മെലഞ്ചോളിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തണമെന്ന് സ്പീക്കർ ആഗ്രഹിക്കുന്നുണ്ട്. ഫസ്റ്റ് ലൈനിൽ സ്പീക്കർ പറയണം, അതായത് മെലങ്കോളിയോടുള്ള ഓപ്രസീവ് ഇൻഫ്ലുവൻസിൽ നിന്ന് ഡിസ്റ്റൻസ് നിൽക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഊന്നി പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് സ്പീക്കർ ഗോഡസ് യൂഫ്രസൈൻ, അതായത് ജോയിൻ്റെയും മിർത്തിൻ്റെയും ഗോഡസ് ആയിട്ടുള്ള യൂഫ്രസൈൻ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പീക്കർ വീനസ്, ബാച്ചസ്, അതുപോലെ പ്ലേഫുൾ വിൻഡായിട്ടുള്ള സെഫിർ, ഒറോറ എന്നിവരെ ഡിഫറെൻറ്റ് ഒറിജിൻസ് ആയിട്ട് അവളുമായിട്ട് സ്പീക്കർ സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു യൂണിയൻ്റെ റിസൾട്ടായിട്ട് ഒരു ഡോട്ടർ ബർത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ജോയ്ഫുൾ മൊമെൻറ്റിൽ യൂത്ത്ഫുൾ ഹാപ്പിനെസ്സിന് ബ്രിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നിംഫിനോട് അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. സ്പീക്കർ കെയർഫ്രീ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ അതായത് മോക്ക് ചെയ്തിട്ട് സ്പീക്കർ അദ്ദേഹം അത് ഹോൾഡ് ചെയ്ത് അദ്ദേഹം ഹാപ്പിനെസ്സിനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പീക്കർ മോർണിംഗിൽ എഴുന്നേൽക്കുന്ന സമയത്ത് ലാർക്കിൻ്റെ സോങ് ആസ്വദിക്കുന്നത് പോലെ നാച്ചുറൽ സൗണ്ടുകൾ അദ്ദേഹം എൻജോയ് ചെയ്യുകയും അതുപോലെ തന്നെ ജോയ്ഫുൾ പ്ലഷറിലും ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന മുർത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്യാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് സ്പീക്കർ പറയുന്നുണ്ട്, അതായത് മോർണിംഗ് സണ്ണ് ഡാർക്ക്നെസ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും പിന്നീട് സ്പീക്കർ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ക്രോയിങ് കോക്സ്, അതായത് കോഴികൾ കൂവുന്ന സൗണ്ടും അതുപോലെ ഫാം ലൈഫിലുണ്ടാകുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടും സ്പീക്കർ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നീട് സ്പീക്കർ പറയുന്നുണ്ട്, അതായത് ദൂരെ കുന്നുകൾക്കിടയിൽ നിന്ന് കേൾക്കുന്ന ചെന്നായ്ക്കൂട്ടങ്ങളുടെയും അതുപോലെ തന്നെ ഹോൺസിൻ്റെയും സൗണ്ടുകൾ അദ്ദേഹം എൻജോയ് ചെയ്തിരുന്നെന്നും അതുപോലെ തന്നെ ചെറിയ കുന്നുകളുടെ ഹെഡ്ജ് റോസുകൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു ഗ്രീൻ ലാൻഡ്സ്കേപ്പിലൂടെ അദ്ദേഹം നടന്നതിനെ കുറിച്ചിട്ടും അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് സ്പീക്കർ പറയുന്നുണ്ട് ഈസ്റ്റേൺ ഹൊറിസോണിൽ നിന്ന് ഉദിച്ചു വരുന്ന സൺറൈസസെ കുറിച്ചിട്ടും അതിനെ ചുറ്റപ്പെട്ടിട്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ക്ലൗഡ്സിനെയും അതുപോലെ തന്നെ തീജ്വാലകളെ കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു സീനിൽ തന്നെ അദ്ദേഹം പ്ലഫ്മാൻ വിസിലടിക്കുന്നതും അതുപോലെ തന്നെ ഹാപ്പിലി സിങ് ചെയ്യുന്ന ഒരു പാൽക്കാരിയെ കുറിച്ചിട്ടും അതുപോലെ അരിവാള് മൂർച്ച കൂട്ടുന്ന വെട്ടുകാരനെ കുറിച്ചിട്ടും അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് സ്പീക്കർ പറയുന്നുണ്ട് ഹൈത്തോൺ ട്രീയുടെ താഴെ ഇരുന്നിട്ട് ഷെപ്യാർഡ്സ്, അതായത് ആട്ടിടയന്മാർ കഥ പറയുന്നുണ്ടെന്നും ആ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഡെയിലി റൂറൽ ലൈഫിനെ കുറിച്ചിട്ടും അതുപോലെ നാച്ചുറൽ ബ്യൂട്ടിയെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. അതൊരു കാം ഇമാജറിയാണ് നമുക്ക് നൽകുന്നത്. പിന്നീട് സ്പീക്കർ പോർട്രേറ്റ് ചെയ്യുന്നത് അർബൻ ലൈഫിലെ സീനുകളെ കുറിച്ചിട്ടാണ്.
പിന്നീട് സ്പീക്കർ പറയുന്നുണ്ട്, അതായത് യൂത്തിനെയും മെയ്ഡൻസിനെയും ഡാൻസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, അതായത് കാം ഏരിയയിൽ ഡാൻസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മെറി ബെൽസിനെയും അതുപോലെ അവിടെയുള്ള മ്യൂസിക്കിൻ്റെയും ഫെസ്റ്റീവ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ട് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരു സണ്ണി ഹോളിഡേയിൽ രാത്രിയാവുന്നത് വരെ എൻജോയ് ചെയ്ത് കളിക്കാൻ എല്ലാ ഏജിലുള്ള ആളുകളും ആക്റ്റീവായിട്ട് നിന്നെന്നാണ് പറയുന്നത്. പിന്നീട് പോയറ്റ്സ് അർബൻ ലൈഫിൽ കൂടുതലായിട്ട് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഉയർന്ന സിറ്റീസ്, അതുപോലെ തന്നെ നൈറ്റ്സിൻ്റെയും ബാരോൺസിൻ്റെയും ബിസി ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ലേഡീസിനോടുള്ള കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകുന്നു. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ റസ്റ്റിക് സെറ്റിങ്സിനെയും അതുപോലെ സിറ്റി ലൈഫിൻ്റെയും ഒരു കോൺട്രാസ്റ്റിനെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഇതിൽ സ്പീക്കർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് സെറിമണീസിലും അതുപോലെ തന്നെ ഫെസ്റ്റിവിറ്റീസിലുമുള്ള ആഗ്രഹങ്ങളെ കുറിച്ചിട്ടും അതുപോലെ യൂത്തിലുള്ള പോയിറ്റ്സിൻ്റെ ഡ്രീംസിനെയും അദ്ദേഹം ഇതിൽ എലാബറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിൽ സ്പീക്കർ പറയുന്നുണ്ട് ജോൺസൻ്റെയും അല്ലെങ്കിൽ ഷേക്സ്പിയറുടെയും പെർഫോമൻസ് വെൽ നോൺ സ്റ്റേജിൽ കാണാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ കെയറിൽ നിന്ന് എസ്കേപ്പ് ആവാനും അതുപോലെ തന്നെ ലിഡിയൻ്റെ വാക്കുകളാൽ ചുറ്റപ്പെടാനും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. കൺക്ലൂഷനിൽ അദ്ദേഹം മിർത്തിനോടൊപ്പം ജീവിക്കാനുള്ള ഒരു ആഗ്രഹം അദ്ദേഹം കാണിക്കുന്നത്, അതായത് മിർത്തെന്ന് പറഞ്ഞാൽ ജോയ്ഫുൾ ഹാപ്പിനെസ്സോട് കൂടി ജീവിക്കാനും കെയർ ഫ്രീ ആയിട്ട് നിൽക്കാനുമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നാണ് അദ്ദേഹം